ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഈ നോമ്പും ദൈവവചനത്തിൻ്റെ കേൾവിയുമെല്ലാം നമ്മളെ തൊട്ടിട്ട് പോകുന്നതിനുള്ള കാര്യങ്ങളാണ്. ഓർത്തഡോക്സ് വീക്ഷണത്തിൽ ദൈവവചനവും നോമ്പും ആരാധനകളുമെല്ലാം നമുക്ക് അനുഭവമായി തീരുന്ന ഒരു വലിയ കാര്യമാണ്. ഇത് കേവലം ആശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിലെ പഠിപ്പിക്കലോ മാത്രമല്ല, ഇത് നമുക്ക് അനുഭവവും നമ്മളെ തൊട്ടിട്ട് പോകുന്ന ഒരു കാര്യവുമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൽ തീജ്വാലയുടെ ശുശ്രൂഷ നമുക്കറിയാം. ജനന പെരുന്നാളിൽ പ്രദക്ഷിണത്തിൻ്റെ മധ്യഭാഗത്തായി തീജ്വാലയുടെ ശുശ്രൂഷയുണ്ട്. നമ്മളെല്ലാവരും അതിൽ പങ്കുകൊള്ളും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ക്രിസ്ത്യാനിയൊക്കെ ആ തീജ്വാലയുടെ ശുശ്രൂഷയിൽ പങ്കുകൊള്ളും. അതിന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മൾ വിശ്വാസികൾക്കൊന്ന് ധൂപം വെക്കാൻ കിട്ടുന്ന അവസരമാണ്. നമ്മുടെ കയ്യിൽ കുന്തിരിക്കം കിട്ടുന്ന ഒരു സമയമാണ്. വേറെ ഒരു സമയത്തും അത് കിട്ടാറില്ല. എല്ലാ ശനിയാഴ്ചയും ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, എല്ലാ ആരാധനകളിലും പങ്കുകൊള്ളുന്നുണ്ട്. എന്നാൽ അച്ഛനോട് പറയുകയാണ്, ഈ ആഴ്ച ഞാൻ ധൂപം വെച്ചോളാം എന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ആളുന്ന അഗ്നിയിൽ പ്രദക്ഷിണത്തിന് മുൻപായി പുരോഹിതൻ നമുക്ക് ആശീർവദിച്ച് നൽകുന്ന കുന്തിരിക്കം സമർപ്പിക്കാനായിട്ട് വിശ്വാസി ഒരു പരികർമ്മിയായി തീരുന്ന വലിയ സമയമാണ് ഈ തീജ്വാലയുടെ ശുശ്രൂഷ. അതുപോലെ തന്നെ ആ കുന്തിരിക്കം നാം സമർപ്പിച്ചതിന് ശേഷം ഈ ആഴിക്ക് വലം വെക്കുന്ന സമയത്ത് നമുക്കെന്ത് തട്ടും? എന്താണ് നമ്മുടെ ശരീരത്തിൽ തട്ടുന്നത്? ചൂട് തട്ടും. ആ ചൂടാണ് ക്രിസ്മസ്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൽ തീജ്വാലയുടെ സമയത്ത് അതിനെ പ്രദക്ഷിണം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന ചൂടാണ് ക്രിസ്മസ്. ആ കുന്തിരിക്കം നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവമാണ് ക്രിസ്മസിൻ്റെ അനുഭവം. അതുകൊണ്ട് നാം ഈ കേൾക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ആശയങ്ങളോ പഠിപ്പിക്കലുകളോ മാത്രമല്ല, നമുക്ക് അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന കാര്യങ്ങളാണ്. ലോകത്തനേകം മതങ്ങളുണ്ട്, ലോകത്തനേകം മതപ്രവാചകന്മാരുണ്ട്, ലോകത്തനേകം മതഗ്രന്ഥങ്ങളുണ്ട്. ഇത് മാത്രമല്ല, അല്ലേ? എത്രയോ മതവിശ്വാസങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹിന്ദുമതമുണ്ട്, മുസ്ലിം മതമുണ്ട്, ബുദ്ധമതമുണ്ട്. എന്നാൽ എന്താണ് നാം എടുത്തിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ യുണീക്ക്നെസ്, അനന്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് ഇത് നമ്മളെ തൊട്ടിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. ബുദ്ധമതം അഹിംസ പഠിപ്പിച്ചു, ഹിന്ദുമതം കർമ്മം ചെയ്യാനായിട്ട് ഭഗവത്ഗീതയിലൂടെ പഠിപ്പിക്കുന്നു, ഇസ്ലാം മതം കരുണ പഠിപ്പിക്കുന്നു എന്നവർ പറയുന്നു. ഇങ്ങനെ അനേകം മതങ്ങളുണ്ട്. എന്നാൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നാം എടുത്തിരിക്കുന്ന ഈ ഉപനിധിയുടെ പ്രത്യേകത എന്താണ്? ലോകത്തനേകം പേര് പഠിപ്പിച്ചു, അനേകം മതപ്രവാചകന്മാർ പഠിപ്പിച്ചു. എന്നാൽ ചോര കൊടുത്തവൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ നാമമാണ് നമ്മൾ വഹിച്ചിരിക്കുന്നത്, അവൻ്റെ സുവിശേഷമാണ് നമ്മൾ വഹിക്കുന്നത്, അവൻ്റെ ആരാധനയിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നത്. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല, രണ്ടാമത് വരുമെന്ന് പറഞ്ഞവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. എല്ലാ ഗുരുക്കന്മാരും അവരുടെ ക്ലാസ് കഴിഞ്ഞ് പോവുകയായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. അവൻ്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ ചോര കൊടുത്തവൻ ഒന്നേയുള്ളൂ, വീണ്ടും വരുമെന്ന് നമ്മളോട് പറഞ്ഞവനും ഒന്നേയുള്ളൂ. അതാണ് നാം എടുത്തിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. ഞാനൊരു
എൻ്റെ കർത്താവിൻ്റെ സന്തോഷകരമായൊരു മുഖമാണ് എൻ്റെ ചുമലിൽ വെച്ചിരിക്കുന്നത് എന്ന വലിയ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ മുഖം വഹിച്ചു കൊണ്ടുപോകണം. അപ്പോൾ മാത്രമേ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറുകയുള്ളൂ. അനേകർ ഇന്ന് ഈ സുവിശേഷത്തെ ആഗ്രഹിക്കുകയാണ്. ഇതര മതത്തിൽപ്പെട്ടവർ കർത്താവിനെ കുറിച്ച് കേൾക്കാൻ കൊതിക്കുകയാണ്. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിടെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്ന വേറൊരു മതവിശ്വാസിയാണ്. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, എൻ്റെ വീട്ടിൽ ഒരു ബൈബിൾ ഉണ്ട്. അദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ വീട്ടിലൊരു വേദപുസ്തകമുണ്ട്. നമ്മുടെ ബൈബിൾ അവരുടെ വീട്ടിലുണ്ടെന്ന്. ഞാൻ ഇതുവരെ ഒരു ക്രിസ്ത്യാനിയും എൻ്റെ ഇടവക്കാരനും ഞാൻ പോയ സ്ഥലത്തെ സുവിശേഷം കേട്ടവരും ആരും വന്ന് ഞങ്ങളുടെ കയ്യിലൊരു ബൈബിൾ ഉണ്ടെന്ന് ഇത്ര അഭിമാനത്തോടെ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടില്ല. കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും കേട്ടില്ല. ആ മനുഷ്യൻ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട്, ഞങ്ങളത് വായിക്കും. അതിലെ നല്ല നല്ല സാരോപദേശങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കും. വേറൊരിക്കൽ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ഈ വേഷമൊക്കെ കണ്ട് പുരോഹിതനാണെന്ന് മനസ്സിലാക്കിയ 1-2 പേർ വന്ന് പറഞ്ഞു, യേശുവിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പറയുക, യേശുവിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പറയുക. നമ്മൾ എത്രമാത്രം അത് കൊതിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അത് കേൾക്കാൻ നമ്മൾ എന്തുമാത്രം കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ പാരമ്പര്യങ്ങളും പകിട്ടുകളും ചരിത്രപരമായ വസ്തുതകളുമൊക്കെ ഒരു മുന്നിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊള്ളും, ഞാനിങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന ധാരണയിൽ പോയാൽ നമ്മൾ ഈ സുവിശേഷത്തെയും ഈ സഭാജീവിതത്തെയും നിസാരമാക്കിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. സുവിശേഷത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു കാലഘട്ടം വരെ നോക്കിക്കൊണ്ടിരിക്കും. നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ ഈ ദേവാലയത്തിൽ ആരാധിക്കുന്നത് ഈ പാരമ്പര്യം പറയുന്ന നമ്മളായിരിക്കില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉപനിധി സൂക്ഷ്മതയോടെ കൊണ്ടുപോകണം. നമ്മുടെ ധനസ്ഥിതി അവിടെ പ്രശ്നമല്ല, നമ്മൾ വഹിക്കുന്ന ഉദ്യോഗമോ നമ്മുടെ പാരമ്പര്യങ്ങളോ അവിടെ പ്രസക്തമല്ല. നമ്മൾ എത്ര താഴേക്കിടയിലുള്ളവരായിക്കൊള്ളട്ടെ, കഷ്ടപ്പെടുന്നവരായിക്കൊള്ളട്ടെ, ദൈവത്തോടും കർത്താവിൻ്റെ സുവിശേഷത്തോടും സത്യസന്ധമായാൽ നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഒരധ്വാനവും ഒരു കണ്ണുനീരും ഒരു തുള്ളി വിയർപ്പ് പോലും അന്യാധീനപ്പെട്ടു പോകുന്നില്ല. എനിക്കിടെ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായി പാത്രം പെറുക്കുവാൻ വരുന്ന ഒരു മനുഷ്യനുണ്ട്. പുള്ളി 1984 മുതൽ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞാണോ നേരത്തെ? പറഞ്ഞിട്ടില്ല. 1984 മുതൽ, എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മുതൽ ആ മനുഷ്യനെ എനിക്ക് അറിയാം. ഈ അടുത്തിടെ പത്രക്കെട്ടുകളൊക്കെ ഇങ്ങനെ മുറിയിൽ നിറഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യനെ വിളിച്ചു. വീട്ടിൽ വന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നു. ഈ പത്രക്കെട്ടുകളൊക്കെ ഓട്ടോയിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ മുറ്റത്ത് ഇതൊക്കെ എടുത്തു കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം, മക്കളെക്കുറിച്ച് എനിക്കറിയാം. കാരണം എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്നതാണ്. ഞാൻ ചോദിച്ചു, മോൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, മോൻ ഫ്രാൻസിൽ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുന്നു. മോൾ എന്ത് ചെയ്യുന്നു? മോള് കോയമ്പത്തൂർ കർപ്പകം സർവകലാശാലയിൽ ഫുഡ് ടെക്നോളജി പഠിക്കുന്നു. എനിക്ക് ഈ 2 കുഞ്ഞുങ്ങളെയും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയാം. ആ 2 കുഞ്ഞുങ്ങളും പഠിച്ചത് LKG മുതൽ UKG LKG എല്ലാം പഠിച്ചത് കോട്ടയത്തെ മരിയൻ സ്കൂളിലാണ്. മരിയൻ സ്കൂൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം. പേരൻസ് വന്ന് ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. ഞാൻ ചോദിച്ചു, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ പറഞ്ഞു, ബിസിനസ്സൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. ഈ പത്രം പെറുക്കുന്ന ബിസിനസ്സൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ അടുത്തിടെയായി ഈ GST ടാക്സ് ഒക്കെ പ്രശ്നം വന്നിട്ടുള്ളത് കൊണ്ട്
1 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളതുകൊണ്ട് ഒരിച്ചിരി ടെൻഷനൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളെന്ന്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തോട് വളരെ സത്യസന്ധമായിരുന്നു, നിങ്ങൾ വളരെയേറെ അധ്വാനിച്ചു, അതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് സമ്പത്തായും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാം ഈ ദൈവം നിങ്ങൾക്ക് തന്നത് എന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞു. കാരണം അയാൾ ഈ പാത്രം പെറുക്കുന്ന പഴയ സാധനങ്ങൾ തൂക്കുന്നതിൽ പോലും ഒരു അണുവിട വ്യത്യാസം കാണിച്ചിരുന്നില്ല. തൻ്റെ ജീവിതത്തോട് അദ്ദേഹം സത്യസന്ധമായിരുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ വളരെ വികാരനിർഭരനായി കാണപ്പെട്ടത്. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ മോൻ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ 11ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഇപ്പം 12ലേക്ക് പ്രവേശിച്ചു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, അച്ഛൻ്റെ മകന് ഫ്രാൻസിലോട്ടോ വല്ലതും ഒക്കെ പഠിക്കാൻ പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എൻ്റെ മകനെ വിട്ടയാളിൻ്റെ അടുക്കൽ ആ ഏജൻസിയിൽ നമുക്ക് പോകാം, പറയാം എന്ന് പറഞ്ഞിട്ട് ആ വാഹനവും കൊണ്ട്, പഴയ സാധനങ്ങളും പത്രങ്ങളും ഒക്കെ നിറഞ്ഞ് ആ വാഹനവും കൊണ്ട് ആ മനുഷ്യൻ പോയി. ഞാൻ എൻ്റെ വീടിൻ്റെ തിണ്ണയിലേക്ക് കയറിയപ്പോൾ ഒരു വരി എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിപ്രകാരമായിരുന്നു, ഗുണം വരാൻ പാത്രം പെറുക്കിയാലും മതി, ഗുണം വരാൻ പാത്രം പെറുക്കിയാലും മതി. ഇന്ന് നാം വളരെയേറെ വേഗത്തിലോടുകയാണ്, നമ്മുടെ ജീവിതത്തെ തിരക്ക് പിടിച്ചതാക്കുകയാണ്. മനഃപൂർവ്വം ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് തിരിയുവാൻ നമുക്ക് സമയമില്ല. ഇന്നലത്തെ മനോരമ പത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി, വേഗത മനുഷ്യൻ്റെ ശീലമായിരിക്കുന്നു. എഡിറ്റോറിയൽ പേജിലുണ്ട്, വേഗത മനുഷ്യൻ്റെ ശീലമായിരിക്കുന്നു. മനുഷ്യൻ ഓടുകയാണ്, കാരണം വെറുതെ നിന്നാൽ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരും. തന്നിലേക്ക് തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നോമ്പ് നമ്മളോട് പറയുന്നത് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നാണ്. ഇന്ന് മുമ്പന്നത്തേക്കാൾ നമ്മളെല്ലാവരും നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു കാലമാണ്. പക്ഷേ അത് നമ്മുടെ ഷുഗർ നോക്കാനും പ്രഷർ നോക്കാനും കൊളസ്ട്രോൾ നോക്കാനുമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, അല്ലേ? ഓരോ നേരം ഭക്ഷണം കഴിയുമ്പോഴും ഓരോ സ്ട്രിപ്പാണ് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ കയ്യിൽ ഒരു ബാൻഡ് കെട്ടിയിരിക്കുന്നു. ഷുഗറൊക്കെ ഉള്ളവർ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സെൻസർ ഘടിപ്പിച്ചിരിക്കുന്നു. ഷുഗർ കൂടുമ്പോഴും കുറയുമ്പോഴും അതിൻ്റെ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അത് തരുന്നു. അങ്ങനെ എല്ലാവരും മുമ്പന്നത്തേക്കാൾ തന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, പക്ഷേ തൻ്റെ ശരീരത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. നെട്ടോട്ടത്തിൻ്റെ കാലം. റഫീഖ് അഹമ്മദ് എഴുതുകയാണ്, വേഗതയുടെ കാലം. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ സുപ്രധാന സംഭവങ്ങളും സാവധാനത്തിലാണ്. നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ 9 മാസം കാത്തിരുന്നേ പറ്റുകയുള്ളൂ. വളരെ തിരക്കാണ്. 9 ദിവസം കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. ഇന്ന് വരെയും അതിന് മാറ്റം വരുത്താൻ ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല. നിങ്ങളുടെ ശവക്കുഴിയിൽ നിങ്ങൾ അഴുകാൻ തുടങ്ങുമ്പോൾ പുഴുക്കൾക്ക് അതിന് കൃത്യമായ സമയം വേണം. 4-5 മാസം കൊണ്ടേ പൂർണ്ണമായിട്ട് അഴുക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് ആരംഭിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുവാൻ അതിന് കൃത്യമായ സമയം ആവശ്യമാണ്. അതുകൊണ്ട് തിരക്കുകൾ നമ്മളെ ഒളിച്ചോടാനല്ലാതെ മറ്റൊന്നിനും പ്രേരിപ്പിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ നെട്ടോട്ടങ്ങളിൽ നിന്നും നമ്മളൊന്ന് മാറി നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു സമയമായിട്ട് നാം ഇതിനെ കാണണം. ഗുണം വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ പുതുക്കിപ്പണിയും. ഗുണം വരുവാനായി ജീവിതത്തെ ഗുണമേന്മയോടെ പുതുക്കിപ്പണിയുന്ന ഒരു സമയമാണ് ഈ നോമ്പിൻ്റെ കാലം. ഈ സന്ധിയിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. നോമ്പിനെ ഈ 50 നോമ്പിലെ നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വെക്കുവാനുള്ള ഒരു വാക്യമായിട്ട് നമ്മളതിനെ സ്വീകരിക്കണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം അതിപ്രകാരമാണ്. എന്നാൽ നയമാൻ്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ,
ഇതാ പ്രവാചകൻ വലിയൊരു കാര്യം, എലീശ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാവുക എന്ന് നിന്നോട് പറഞ്ഞാൽ എത്രയധികം എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹീതമായ സന്ധ്യയിലെ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം ഇതാണ്: കുളിക്കുക, കുളിച്ച് ശുദ്ധനാവുക, കുളിച്ച് ശുദ്ധയാവുക. കുളി എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും കുളിക്കുന്നവരാണ്, ദിവസം 1-2 പ്രാവശ്യം കുളിക്കുന്നവരാണ്. കെ.എം. മാണി മന്ത്രി അന്തരിച്ച സമയത്ത് അദ്ദേഹത്തെക്കുറിച്ചൊരു കോളം വന്നത് ഒരു ദിവസം അദ്ദേഹം 4-ൽ കൂടുതൽ പ്രാവശ്യം കുളിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ എന്തൊക്കെയോ അദ്ദേഹത്തിന് അത്രമാത്രം കഴുകിക്കളയുവാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറിൽ ഈ ജുബായുടെയും മുണ്ടിൻ്റെയും സെറ്റുകൾ ഇങ്ങനെ വെച്ചിരുന്നു എന്നാണ്. അപ്പോൾ കുളിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കുളിക്കുക എന്നതോ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതല്ല, ദൈവസന്നിധിയിൽ ശുദ്ധമായ മനസാക്ഷിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയത്രേ. അതാണ് കുളി. വേദപുസ്തകത്തിലെ കുളി അതാണ്. ഇവിടെ നയമാനോട് എലീശ പറയുകയാണ്, നിൻ്റെ കുഷ്ഠം മാറുവാൻ നീ കുളിച്ച് ശുദ്ധനാവണം. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പെട്ടെന്ന് പറയാം. ആരാം രാജാവിൻ്റെ സേനാപതിയായിരുന്നു നയമാൻ. 5-ാം അധ്യായം തുടക്കത്തിൽ പറയുന്നു, നയമാൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നമ്മളും പരാക്രമികളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പരാക്രമികളാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ പരാക്രമികളാണ്, നമ്മുടെ പള്ളിയിലും മാനേജിങ് കമ്മിറ്റിയിലും ഒക്കെ നമ്മൾ പരാക്രമികളാണ്, നമ്മളായിരിക്കുന്ന കർമ്മ മേഖലകളിലൊക്കെ നമ്മൾ പരാക്രമികളാണ്. നയമാൻ പരാക്രമിശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നമ്മുടെ എല്ലാ പരാക്രമങ്ങളോടും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ജീർണതകളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. ജീർണതകളെ തിരിച്ചറിയണം. പുതുക്കം ആവശ്യമാണ്. എല്ലാ ജീവജാതികളും കുളിക്കും. ആന പൊടിയിൽ കുളിക്കും. ആന കുളിക്കുന്നത് ജലത്തിൽ കുളിക്കുന്നത് പോലെ തന്നെ പൊടി വാരിയിട്ടത് കുളിക്കും. അതിന് വലിയൊരു സുഖമാണ്. ഇങ്ങനെ പൂഴി കുത്തി, കൊമ്പ് കൊണ്ട് കുത്തി ഇളക്കി തുമ്പി കൊണ്ടിങ്ങനെ വാരി ശരീരത്തിലേക്കിടും. ആന പൊടിയിൽ കുളിക്കും. കഴുകൻ അതിന് പ്രായം ചെല്ലുമ്പോൾ അതിൻ്റെ പഴയ തൂവലുകളെല്ലാം കൊഴിച്ചു കളയും. ചീഞ്ഞ മാംസവും എല്ലുമൊക്കെ കൊത്തി പൊട്ടിപ്പോയ കൊക്കുകൾ പാറയിൽ ഉരച്ച് അതിനെ കൂർത്തതാക്കും. കുറേ കാലം കാത്തിരുന്നതിന് ശേഷം പുതിയൊരു കഴുകനായിട്ടത് പുറത്തേക്ക് വരും. നെറ്റിയിൽ മാണിക്യവും പത്തിയിൽ വലിയ വരകളുമൊക്കെയുള്ള കൊടും വിഷം വായിൽ സൂക്ഷിച്ചിരിക്കുന്ന, കവിളിൽ സൂക്ഷിച്ചിരിക്കുന്ന പാമ്പ് പോലും ഒരു നിശ്ചിതമായ കാലഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ തോല് ഉരിച്ച് പുതിയതായിട്ട് പുറത്തു വരും. അപ്പോൾ നമ്മൾ എന്തുമാത്രം പുതുകണം, മനുഷ്യൻ എന്തുമാത്രം പുതുകണം, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമായിരിക്കുന്ന നമ്മൾ എന്തുമാത്രം പുതുകണം. നമ്മുടെ ജീർണതകളെ നമ്മൾ കൊഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. നയമാൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നമ്മുടെ പരാക്രമങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിലെ കുഷ്ഠങ്ങളെയും ജീർണതകളെയും തിരിച്ചറിയുവാനുള്ള സമയമാണ് ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന സമയം. വചനമാകുന്ന കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുകയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ നാം അല്ല വേദപുസ്തകം വായിക്കുന്നത്, വേദപുസ്തകം നമ്മെയാണ് വായിക്കുന്നത്. അപ്പോൾ നയമാൻ്റെ ഈ കുഷ്ഠത്തെക്കുറിച്ച് അവിടുത്തെ വേലക്കാരി, ഇസ്രയേൽക്കാരി പെൺകുട്ടി അറിഞ്ഞിട്ട് പറഞ്ഞു, ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ സൗഖ്യം വരും. നയമാൻ എന്ത് ചെയ്തു? പ്രോട്ടോകോൾ പാലിച്ചു. ആരാം രാജാവിൻ്റെ എഴുത്തു വാങ്ങി ഇസ്രയേലിലെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. വലിയ പ്രസിഡന്റുമാരൊക്കെ സന്ദർശിക്കുമ്പോൾ അങ്ങനെയാണ്, അവർക്ക് അതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോപ്പർ ചാനലിലൂടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരാം രാജാവിൻ്റെ ഈ കത്ത് കണ്ടപ്പോൾ ഇസ്രയേലിലെ രാജാവ് ഭയന്നുപോയി. ആരാം രാജാവ് ഭയങ്കരനാണ്, അവർക്ക് വലിയ സൈന്യമാണുള്ളത്. കത്തിലെഴുതിയിരിക്കുന്ന കണ്ടന്റ് അതാണ്: നയമാൻ്റെ കുഷ്ഠം മാറ്റണം. രാജാവ് വെമ്പിപ്പോയി. ആരാം രാജാവ് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഇസ്രയേലുമായിട്ട് യുദ്ധത്തിനൊരുങ്ങുന്നു. കുഷ്ഠം മാറ്റുവാൻ മനുഷ്യനെങ്ങനെ കഴിയും? ഇന്ന് പലപ്പോഴും നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും നമ്മളങ്ങ് ഞെട്ടുകയാണ്. ഇസ്രായേൽ രാജാവ് അങ്ങനെയായിരുന്നു. കത്ത് കിട്ടിയപ്പോഴേ ഞെട്ടി, ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു, വസ്ത്രം കീറി.
നമ്മളും അങ്ങനെയാണ്. ചില ഫോൺ നമ്പർ കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും. ചില ആളുകളുണ്ട് ഫോൺ റിങ് ചെയ്യുമ്പോൾ ഞെട്ടുന്നവരുണ്ട്. ഫോണൊന്ന് റിങ് ചെയ്താൽ ഞെട്ടുന്നവർ. അല്ലേ? നമുക്ക് നേരെ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഇസ്രായേൽ രാജാവ് ഓർത്തു, നയമാൻ്റെ കുഷ്ഠം മാറ്റുന്ന ഉത്തരവാദിത്വം എനിക്കായിരിക്കുമെന്ന്. അല്ല, ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ അവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞെട്ടുകയാണ്. ഭവനത്തിനേൽക്കുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ ഞെട്ടുകയാണ്, വസ്ത്രം കീറുകയാണ്. ആരാം രാജാവിൻ്റെ കത്ത് കിട്ടിയപ്പോൾ ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയ കാര്യം എലീശ അറിഞ്ഞു. എലീശ ഇസ്രായേലിലെ രാജാവിനോട് പറഞ്ഞു, അവനെ ഇങ്ങു വിടുക. നമ്മളതാ ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ ഭവനത്തിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഇങ്ങു വിടുക. എങ്ങോട്ട് വിടുക? ദൈവസന്നിധിയിലേക്ക് വിടുക. അതിനാണ് ഈ ദേവാലയത്തിൻ്റെ വാതിൽ തുറന്ന് ഇവിടെ വെച്ചിരിക്കുന്നത്. നയമാനോട് നയമാനെ ഇങ്ങു വിടുക, അവൻ്റെ കുഷ്ഠം ഞാൻ മാറ്റി കൊടുക്കും. ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ടെന്നവൻ അറിയും. അത്രമാത്രം ദൈവശബ്ദത്തിൻ്റെ, ദൈവപുരുഷൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികതയാണത്. അങ്ങനെ നയമാൻ വന്നു. ഒട്ടേറെ കണക്ക് കൂട്ടലുകളുടെ ഭാണ്ഡവുമായിട്ടാണ് നയമാൻ വരുന്നത്. ദൈവപുരുഷന് കൊടുക്കാനുള്ള പൊന്നും വെള്ളിയും രത്നങ്ങളും കൈമുത്തുമൊക്കെയായിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ആ കത്തൊക്കെ കിട്ടിയ കാര്യം എലീശ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മളും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അനേകം മുൻവിധികളും ധാരണകളും നമുക്കുണ്ട്. അത് നടന്നില്ലെങ്കിൽ നമുക്ക് ഈർഷ്യയുണ്ടാകും. ഇവിടെ നയമാനും സാവകാശം ഈർഷ്യയുണ്ടാകാൻ തുടങ്ങി. എലീശ നയമാനോട് പറയുകയാണ്, കുളിച്ച് ശുദ്ധനാവുക. പെട്ടെന്ന് നയമാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ വന്ന നാട്ടിൽ അവിടെ തടാകങ്ങളും കുളങ്ങളും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇയാൾ എന്നോട് പറയുന്നത് കുളിച്ച് ശുദ്ധനാവാൻ? മാത്രമല്ല, കുഷ്ഠം പിടിച്ച ഒരു മനുഷ്യനോട് കുളിച്ച് ശുദ്ധനാവുക എന്ന് പറഞ്ഞാൽ കുളിക്കാത്തത് കൊണ്ടാണ് കുഷ്ഠം വന്നതെന്നും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്തും കേട്ടാൽ ഈഗോ അടിച്ച് നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങനെ വ്യാഖ്യാനിച്ച് കളയും. നയമാൻ ഈർഷ്യയായി. നയമാൻ വിചാരിച്ചു, രാജാവിൻ്റെ എഴുത്ത് കണ്ടപ്പോൾ ദൈവപുരുഷൻ തൻ്റെ ശരീരത്തിൽ കുഷ്ഠമുള്ള ഭാഗത്ത് പ്രവാചകൻ തൻ്റെ കൈ ആട്ടുകയും കുഷ്ഠം മാറ്റിക്കളയുകയും ചെയ്യും. തനിക്ക് പെട്ടെന്ന് തന്നെ പോകാം. നമ്മളൊന്നും പള്ളിയിൽ വരുമ്പോഴത്തെ ധാരണയൊക്കെ അങ്ങനെയാണ്. എൻ്റെ ഇന്നത്തെ ഞായറാഴ്ചയിൽ ലിസ്റ്റായിട്ട് 1-2 കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് നടത്തി തന്നാൽ മതി, കൂടുതൽ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, അല്ലേ? എന്നാൽ അതല്ല സംഭവിക്കുന്നത്. സമൂലമായ ഒരു കുളി, ഒരു പൂർണ്ണ സ്നാനം, ഒരു വീണ്ടും ജനനം, അതാണ് ദൈവം ദേവാലയത്തിലേക്ക് നാം ഓരോരുത്തരും വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക കാര്യങ്ങളുടെ മുട്ടുശാന്തിയല്ല, കുഷ്ഠമുള്ള ഭാഗത്ത് മാത്രം കൈയാട്ടി അത് തീർത്തിട്ട് പോകുന്ന പരിപാടിയല്ല. ഇത് കേട്ടപ്പോൾ നയമാന് വല്ലാതെ ഈർഷ്യയായി. കാരണം നയമാൻ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പൊന്നും വെള്ളിയും രത്നങ്ങളും രാജാവിൻ്റെ എഴുത്തും കൊണ്ടുവന്നിരിക്കുന്നു. ദൈവപുരുഷനെ കാണുന്നു, ദൈവപുരുഷൻ കുഷ്ഠത്തിന്മേൽ കൈയാട്ടുന്നു, ഞാൻ കൈമുത്ത് കൊടുക്കുന്നു, കയറിപ്പോകുന്നു. നമ്മളും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു പദ്ധതിയുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് വേറൊരു പദ്ധതിയുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് നമ്മുടെ ഈർഷ്യയുടെയും നിരാശയുടെയും എല്ലാം കാരണം. ഒരു പാളം പോലെ അത് രണ്ടായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പോവുകയാണ്. നമ്മുടെ പദ്ധതികൾ ഇങ്ങനെ പോകുന്നു, ദൈവത്തിൻ്റെ പദ്ധതികളും ഇങ്ങനെ പോകുന്നു. ഇത് പലപ്പോഴും കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ നാം ഒന്നോർക്കണം, നമ്മുടെ പദ്ധതികളും ദൈവത്തിൻ്റെ പദ്ധതികളും തമ്മിൽ രാത്രിയും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ സന്ധിയിൽ നമ്മുടെ മനസ്സിലത് ഉറപ്പിച്ചോണം, എന്നാലേ കാര്യം മുമ്പോട്ട് പോവുകയുള്ളൂ. നമ്മുടെ പദ്ധതിയും ദൈവത്തിൻ്റെ പദ്ധതിയും രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. ആ പദ്ധതികൾക്ക് കാതോർക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നയമാൻ ഈർഷ്യയായി, ദൈവീക ആലോചനയുടെ മേൽ ഈർഷ്യയായി മടങ്ങിപ്പോകാൻ ഭാവിക്കുന്നു. എന്നാൽ ഒരു കൂട്ടർ വന്ന് നയമാനെ രക്ഷപ്പെടുത്തുകയാണ്. ആരാണ്? നയമാൻ്റെ വേലക്കാർ. വേലക്കാർക്ക് യജമാനേക്കാൾ ബോധമുണ്ടായിരുന്നു.
ഇങ്ങോട്ട് പറഞ്ഞയച്ചതും ഒരു വേലക്കാരി പെൺകുട്ടിയാണ്. സൗഖ്യത്തിനായിട്ട് പ്രേരിപ്പിക്കുന്നതും വേലക്കാരാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ധനസ്ഥിതിയോ നമ്മുടെ പഴയ പാരമ്പര്യങ്ങളോ ഒന്നും ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ നമുക്ക് കൂട്ടുവരികയില്ല. എത്രമാത്രം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. വേലക്കാർ പറയുകയാണ്, യജമാനനെ പോകുന്ന ചില സമയങ്ങളുണ്ടല്ലേ, ഡോക്ടർമാർക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല, നമ്മുടെ കൈവശമുള്ള പണത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചുമ്മാ ഒരു സാധാരണക്കാരൻ നമ്മോട് പറയുകയാണ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അസുഖം മാറാൻ അല്ലെങ്കിൽ ചികിത്സയുടെ കാഠിന്യം ഒന്ന് കുറയ്ക്കാൻ ആ പഴം മേടിച്ച് തിന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അതാര് പറഞ്ഞാലും നമ്മൾ പോയി ആ പഴം മേടിക്കും. അതരച്ച് വെള്ളം കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ നമ്മളത് കുടിക്കും. ആ പത്രം ഇട്ടിട്ട് അവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ആ പത്രം ഇട്ടിട്ട് നമ്മൾ ഇരിക്കും. കാരണം നമ്മൾ ഗതികെട്ട് നിൽക്കുകയാണ്. അതാണ് ഈ വേലക്കാർ പറയുന്നത്, പ്രവാചകൻ ഇതിലും വലിയൊരു കാര്യം നിന്നോട് പറഞ്ഞാൽ നീ ചെയ്യുകയില്ലയോ? ഈ സമയത്ത് പള്ളിക്ക് ഒരു സ്വർണ്ണക്കൊടിമരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നീ കൊടുക്കയില്ലയോ? കൊടുത്തു പോകും. പള്ളിക്ക് ചുറ്റും ടൈലിടണമെന്ന് പറഞ്ഞാൽ നീ ഇടുകയില്ലയോ? ഇട്ടുപോകും. ഇനി അതും പോരാ, നീ ഒന്ന് ഉരുളണമെന്ന് പറഞ്ഞാൽ പോലും ഉരുണ്ടുപോകും. വേലക്കാർ പറയുകയാണ്, ഇതൊന്നും പ്രവാചകൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ ഒന്ന് കുളിച്ച് ശുദ്ധനാവുക എന്ന് പറഞ്ഞാൽ എത്രയധികം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ കുളിക്കണം, നീ യോർദാനിൽ പോകണം, 7 പ്രാവശ്യം കുളിക്കണം. പലപ്പോഴും യോർദാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ പുതിയ നിയമത്തിൽ കാണുന്ന യോർദാനാണ്. പുതിയ നിയമത്തിലാണ് യോർദാൻ പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് പലരുടെയും ധാരണ. കാരണം ആരും പഴയ നിയമത്തിലേക്ക് അധികം പോകാറില്ല. എന്നാൽ പുതിയ നിയമത്തിൽ യോർദാൻ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പേ, പുതിയ നിയമത്തിൽ കർത്താവ് സ്നാനമേൽക്കുന്നതിന് മുൻപേ നയമാൻ യോർദാനിൽ സ്നാനമേറ്റു. കർത്താവ് എന്തിനു വേണ്ടി യോർദാനിലേക്ക് വന്നു? കർത്താവ് സ്നാനമേറ്റപ്പോൾ സ്നാപക യോഹന്നാൻ സ്നാനം നൽകുകയാണ്. എന്ത് സ്നാനം? നിങ്ങളോട് പറയണേ, എന്ത് സ്നാനം? മാനസാന്തര സ്നാനം. കർത്താവിനെന്ത് മാനസാന്തരം? കർത്താവിനെന്തിന് പാപമോചനം? മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ എടുക്കുവാനായി അവൻ വന്നപ്പോൾ ആ പാപമോചന സ്നാനം അവനുമേറ്റ് താതാത്മ്യപ്പെടുകയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണം നടക്കുകയാണ്. നയമാൻ മുങ്ങിയത് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ്. മനുഷ്യവർഗത്തിൻ്റെ ജീർണതയുടെ പ്രതിനിധി കൂടിയാണ് നയമാൻ. ഇപ്പം യോർദാനിൽ ഒരു മുൻകുറി നടക്കുകയാണ്. എന്നാൽ അതിനെ പൂർത്തീകരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നതോടുകൂടിയാണ്. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകൻ 100 കണക്കിന് ആളുകൾക്ക് സ്നാനം കൊടുത്ത് ഇങ്ങനെ വിടുകയാണ്. അപ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവ് വന്നപ്പോൾ യോഹന്നാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? സഭാപിതാക്കന്മാർ എഴുതുന്നു, വിശുദ്ധ ആംബ്രോസിനെ പോലെയുള്ള പിതാക്കന്മാർ എഴുതുന്നു, കർത്താവായ യേശു ക്രിസ്തു യോർദാൻ നദിയിലേക്ക് തൻ്റെ കാലെടുത്ത് വെച്ചപ്പോൾ യോർദാനിലെ ജലം തിളച്ചു എന്നാണ്. നമ്മൾ മാമോദീസായിലും ധനഹാടി ശുശ്രൂഷയിലും ഒക്കെ അത് ചൊല്ലും, ജലം ഊഷ്മളമായി. യോഹന്നാൻ അത് തൻ്റെ ശരീരത്തിൽ അറിഞ്ഞു. ആരും വന്നപ്പോൾ തിളയ്ക്കാത്ത ജനം ഇവൻ്റെ കാലുകൾ വെച്ചപ്പോൾ തിളയ്ക്കുന്നു. നമ്മൾ ചൊല്ലുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും സ്വർഗത്തിൽ നിന്നുണ്ടായി. ഇവൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ താൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ പറയുന്നു. അതാണ് പുതിയ നിയമത്തിലെ യോർദാൻ്റെ പശ്ചാത്തലം. നമ്മളെല്ലാവരും യോർദാനിൽ മുങ്ങിയവരാണ്. ഇന്നീ വചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന നാം ഓരോരുത്തരും യോർദാനിൽ മുങ്ങിയവരാണ്. ഇന്ന് വിശുദ്ധ മാമോദീസ നാം സ്വീകരിച്ചപ്പോൾ, മാമോദീസ കൂദാശയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയും യോർദാനിലെ ആറ്റിൻകരയിലാണ് നിൽക്കുന്നത്. മാമോദീസായിലെ വെള്ളം അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാമോദീസ കൂദാശക്കാരൻ 2 പാത്രത്തിൽ വെള്ളവുമായിട്ടാണ് വരുന്നത്. എന്താണ് ഈ 2 പാത്രത്തിലെ വെള്ളം? നിങ്ങൾ കണ്ടു നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാകത്തില്ല. ഒന്ന് തണുത്ത വെള്ളവും ഒന്ന് ചൂടുവെള്ളവുമാണ്. അപ്പോൾ ഏറെ പേരും ധരിച്ചിരിക്കുന്നത് കുഞ്ഞിന് പനി വരാതിരിക്കാനായിട്ട് ഇച്ചിരി ചൂടുവെള്ളവും കൂടി ഒന്ന് ശുശ്രൂഷക്കാരൻ കൂട്ടുന്നതായിരിക്കും, നല്ല ശുശ്രൂഷക്കാരൻ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരിക്കും. അതിനല്ല,
അത് ജോർദാനിലെ ഊഷ്മള ജലത്തെ സൂചിപ്പിക്കുന്നു. വെള്ളത്താലും ആത്മാവാലുമുള്ള സ്നാനമാണ് അവിടെ നൽകപ്പെടുന്നത്. ജലത്താൽ, ഊഷ്മള ജലത്താൽ സ്നാനം സ്വീകരിക്കുന്നു, ജീവജലത്തിലേക്ക് നടന്നെടുക്കുന്നു. അതേസമയം തന്നെ ആത്മാവിൻ്റെ അഭിഷേക തൈലമായ പരിശുദ്ധ മൂറോൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആകമാനം പുരട്ടി സംരക്ഷണ കവചമൊരുക്കുകയാണ്. വിശുദ്ധ മൂറോൻ്റെ ഗന്ധം അത് ലോകത്തിലുള്ള മറ്റൊരു സുഗന്ധവർഗത്തിന് നൽകാനാവാത്ത വിശിഷ്ടമായ ഒരു ഗന്ധമാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ അന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. ആ ഗന്ധം നമ്മുടെ കർത്താവിൻ്റെ ഗന്ധമാണ്, സുവിശേഷത്തിൻ്റെ ഗന്ധമാണ്, ആരാധനയുടെ ഗന്ധമാണ്, കൗദാശികമായ അനുഭവങ്ങളുടെ ഗന്ധമാണ്, ഈ സഭാജീവിതത്തിൻ്റെ ഗന്ധമാണ്, കർത്താവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയുടെ ഗന്ധമാണ്. അത് സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് യോർദാനിൽ മുങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ സാങ്കത്യമാണുള്ളത്. അതിൻ്റെ തുടക്കം നമ്മളിവിടെ കാണുകയാണ്. നയമാൻ യോർദാനിൽ മുങ്ങി, 7 പ്രാവശ്യം മുങ്ങി എന്നാണ്. എന്തിനാണ് 7 പ്രാവശ്യം മുങ്ങുന്നത്? 1-ാം പ്രാവശ്യം മുങ്ങുമ്പോൾ തന്നെ അങ്ങ് സൗഖ്യം കിട്ടിയാൽ പോരെ? എന്തിനാണ് എരിഹോ കോട്ട വീഴുവാൻ 7 പ്രാവശ്യം നടക്കുന്നത്? 1-ാമത്തെ പ്രാവശ്യം നടന്നപ്പോൾ തന്നെ അങ്ങ് കോട്ട വീണാൽ പോരെ? എന്തിനാണ് എല്ലാ ഞായറാഴ്ചയിലും കുർബാനയ്ക്ക് വരുന്നത്? 2 ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞ് പിന്നെ 2 ഞായറാഴ്ച എനിക്ക് 2 കല്യാണത്തിന് പോയാലെന്നാ? എന്താണ് ഈ ആവർത്തനങ്ങളുടെ അർത്ഥം? ആവർത്തനങ്ങൾക്ക് ഒരു ആവശ്യകതയുണ്ട്. ഓരോ തവണ ആരാധനയിൽ നാം പങ്കുകൊള്ളുമ്പോഴും അത് കൂടുതൽ കൂടുതൽ ആഴമുള്ളതായി, വേരുകളുള്ളതായി നമ്മളെ മാറ്റുകയാണ്. ഒരു മുള നടുമ്പോൾ നമുക്കറിയാം കുറേ കാലത്തേക്ക് അത് അനങ്ങുകയില്ല. അതെന്ത് ചെയ്യുകയാണ്? അതിൻ്റെ വേര് പടർത്തുകയാണ്. എന്നാൽ നിശ്ചിത കാലം കഴിയുമ്പോൾ പെട്ടെന്നൊരു മുള വരും, 2 ആഴ്ച കൊണ്ട് അനേക അടികളോടും പൊക്കത്തിൽ അത് പോകും. അതുകൊണ്ട് ആരാധനാ ജീവിതത്തിൽ നമ്മുടെ വേര് പടർത്തണം, വചനത്തിൽ നമ്മുടെ വേര് പടർത്തണം, പ്രാർത്ഥനയിൽ നമ്മുടെ വേര് പടർത്തണം. എങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ എല്ലാ കാറ്റുകളെയും അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുകയുള്ളൂ. നയമാൻ യോർദാനിലേക്ക് പോയി 7 പ്രാവശ്യം മുങ്ങി. കാത്തിരിക്കുക എന്നത് ഒരു കലയാണ്. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വേണ്ടുന്നത് അതാണ്, കാത്തിരിക്കാനുള്ള ഒരു സമയവും ശ്രദ്ധയും. യോർദാനിൽ നയമാൻ മുങ്ങി. എന്ത് സംഭവിച്ചു? നയമാൻ്റെ ദേഹം ഒരു ബാലൻ്റെ ദേഹം പോലെ മിനുസമുള്ളതായി തീർന്നു. നയമാൻ തിരികെ പോവുകയാണ്. പിന്നെ പുറകെ ഗേഹസി പോയ കാര്യമൊക്കെ ഉണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ കുളിച്ച് ശുദ്ധനാകണം. ഈ നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ്. 3 കാര്യങ്ങളിൽ നമ്മൾ കുളിക്കണം. ഒന്നാമതായി നമ്മൾ പ്രാർത്ഥനയിൽ കുളിക്കണം. രണ്ടാമതായി ദൈവത്തിൻ്റെ വചനത്തിൽ കുളിക്കണം. മൂന്നാമതായി ആരാധനയിലും നോമ്പുപവാസങ്ങളിലും കൗദാശികമായ അനുഷ്ഠാനങ്ങളിലും കുളിക്കണം. അതിനുവേണ്ടിയാണ് ഈ പള്ളിയാകുന്ന സ്നാനത്തൊട്ടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്, നമ്മളിവിടേക്ക് വരുന്നത്. എന്താണ് പ്രാർത്ഥനയിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. 2 നേരവും നമ്മൾ പ്രാർത്ഥിക്കും, അതിനൊന്നും ഒരു കുറവുമില്ല. പരിമലയിൽ നിന്നോ മറ്റ് വിശേഷ സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ വാങ്ങുന്ന പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥന നമ്മൾ 2 നേരവും ചൊല്ലുന്നവരാണ്. നമ്മുടെ മാതാപിതാക്കൾ അത് 3 നേരം ചൊല്ലിയിരുന്നു. എന്നാൽ അത് ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. അത് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാനുള്ള 1-ാമത്തെ പടിയാണ്. അതിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതത്തെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കത്തുള്ളൂ. കാരണം എന്താണ്? പ്രാർത്ഥിക്കാൻ നമുക്ക് കാരണങ്ങളുണ്ട്. മാതാവ് ഒരു പുരോഹിതയാണ്, പിതാവ് പുരോഹിതനാണ്. കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് അധിക ബലം ആവശ്യമാണ്. സാധാരണ ബലം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ദേവാലയത്തെ നയിക്കണമെങ്കിൽ ഒരു പുരോഹിതന് അധിക ബലം ആവശ്യമാണ്. ഒരു വീടിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരു മാതാവിന്, പിതാവിന് അധിക ബലം ആവശ്യമാണ്. സാധാരണ ബലം കൊണ്ട് പറ്റത്തില്ല. ഇന്ന് നമ്മൾ ഈ സാധാരണ ബലമാണ് പ്രയോഗിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്നത്. വി നീഡ് എക്സ്ട്രാ എനർജി. നോർമൻ വില്യംസിൻ്റെ ഒരു അമേരിക്കൻ പുസ്തകമുണ്ട്, പ്ലസ് ഫാക്ടർ എന്നാണ് അതിൻ്റെ പേര്. പ്ലസ് ഫാക്ടർ. പ്ലസ് എന്താണ്? എന്തിൻ്റെ ആകൃതിയാണ്? കുരിശിൻ്റെ ആകൃതി. കുരിശിൻ്റെ ഒരു ഘടകം
ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഘടകം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫാക്ടറിൻ്റെ അവസാനം ഒരു വൈ കൂടി വരും. FACTOR എന്നതിൻ്റെ അവസാനം ഒരു വൈ കൂടി വന്നാൽ അത് എന്തായി മാറും? ഫാക്ടറി, അബണ്ടൻസ് സപ്ലൈ. ദൈവാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു കുടുംബം, വെളിച്ചമുള്ള ഒരു കുടുംബം. ചുറ്റുവട്ടങ്ങൾക്ക് കൂടി വേണമെങ്കിൽ അത് കൊടുക്കാം, അയലോക്കത്തോട് ഇച്ചിരി കൊടുക്കാവുന്നു. ഇനി പള്ളി കുറവുണ്ട്, ശകലം കൊണ്ട് പള്ളിയിലും കൊടുക്കാം. ദൈവാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന കുടുംബം, ആ ഭവനത്തിന് തലകുനിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനം 23 നമ്മൾ കാണുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താണ് കൂരിരുൾ താഴ്വര? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാനാവാതെ വരുന്ന നിമിഷങ്ങൾ, ആർക്കും നമ്മളെ മനസ്സിലാക്കാനാവാത്ത വിധം മറ്റുള്ളവരിൽ നിന്നുള്ള ഇടപെടലുകൾ നമ്മൾ സ്വീകരിക്കുന്ന സമയം, ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ജീവിതത്തിൻ്റെ തീപ്പാതയിൽ പെട്ടുപോകുന്ന നിമിഷങ്ങൾ, അതാണ് കൂരിരുൾ താഴ്വര. അങ്ങനെയുള്ള സമയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. സങ്കീർത്തനക്കാരൻ പറയുന്നത് അതാണ്. കൂരിരുൾ താഴ്വര എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകും, അവിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകും. നിങ്ങൾ വിശ്വാസിയാണെങ്കിലും കൊള്ളാം, കൂരിരുൾ താഴ്വരയുണ്ട്. അവിശ്വാസിയാണെങ്കിലും കൂരിരുൾ താഴ്വരയുണ്ട്. പിന്നെന്താണ്? അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും പ്രാർത്ഥനയിലൂടെ, ദൈവബന്ധത്തിലൂടെ. താഴ്വരയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. താഴ്വാരത്ത് നല്ല വെള്ളം കിട്ടും. വേറൊരു പ്രത്യേകതയുണ്ട്. താഴ്വാരങ്ങളിൽ കൂടി നടക്കുമ്പോൾ അവിടെ ഇരുട്ടുള്ളത് കൊണ്ട് ഇടയൻ നമ്മളോട് ചേർന്ന് നടക്കുന്ന സമയമാണ്. ജീവിതത്തിൻ്റെ സന്തോഷകാലങ്ങളെക്കാൾ, സമൃദ്ധിയേക്കാൾ നമ്മുടെ കർത്താവ് നമ്മളോട് ചേർന്ന് മുട്ടി ഉരുമ്മി നടക്കുന്ന സമയമാണ് ജീവിതത്തിൻ്റെ കൂരിരുൾ താഴ്വരകൾ. അതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. അതെൻ്റെ ജീവിതത്തിലുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 2 വീടുകൾ കാണുന്നു. ഒന്ന് പാറമേൽ പണിത വീട്, 2 മണലിന്മേൽ പണിത വീട്. ലൂക്കോസ് സുവിശേഷകൻ അവിടെ എഴുതുന്നു, വെള്ളപ്പൊക്കമുണ്ടായി. പെട്ടെന്ന് പാറയിൽ ഒരു വീട് നിൽക്കുന്നു, മണലിൽ ഒരു വീട് നിൽക്കുന്നു. പെട്ടെന്ന് സുവിശേഷകൻ എഴുതുകയാണ്, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെള്ളപ്പൊക്കമുണ്ടായി. 2018 വെള്ളപ്പൊക്കം പറഞ്ഞിട്ടാണോ വന്നത്? തലേ ദിവസം വൈകിട്ട് നോട്ടീസ് ഇട്ടായിരുന്നു, ഫോണിൽ മെസ്സേജ് വന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ ഓടി രക്ഷപ്പെട്ടേനെ ഇല്ലേ? അത് പറയാതെയാണ് വരുന്നത്. ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ പറഞ്ഞിട്ടല്ല, പറയാതെയാണ് വരുന്നത്. അതാണ് സുവിശേഷകൻ എഴുതുന്നത്, വെള്ളപ്പൊക്കമുണ്ടായി. ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളെ സൂചിപ്പിക്കാൻ വെള്ളപ്പൊക്കത്തേക്കാൾ വലിയൊരു പ്രയോഗമില്ല. വെള്ളപ്പൊക്കമുണ്ടായി, ഒഴുക്ക് വീടിന്മേൽ അടിച്ചു. അത് പാറയിൽ പണിത വീടാണേലും അടിക്കും, മണലയിൽ പണിത വീടാണേലും അടിക്കും. മുമ്പേ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ലോകത്തിൻ്റെ വെള്ളപ്പൊക്കങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കണം. ഒഴുക്കടിക്കുന്നു. ഇന്ന് നമ്മുടെ വീടുകളിൽ മേൽ അനേക ഒഴുക്കുകളാണ് അടിക്കുന്നത്. ന്യൂ വേവ്സ്, എത്രയെത്ര വേവുകളാണ്, തിരകളാണ് നമ്മുടെ കുടുംബത്തിന്മേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒഴുക്ക്, രഹസ്യമായ ലഹരികളുടെ ഒഴുക്ക്, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ നേർമ ചോർന്നു പോകുന്നതിൻ്റെ ഒഴുക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇന്ന് വലിയ ശീതാവസ്ഥകൾ ഉണ്ടാകുകയാണ്. വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിലെ ഫ്രീസറിൽ കൈയിട്ടതുപോലെയുള്ള ശീതാവസ്ഥകൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്നു. സോഷ്യൽ മീഡിയയുടെ ഒഴുക്ക്. സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യം നമ്മുടെ പണമൊന്നുമല്ല കേട്ടോ, നമ്മുടെ പണമൊന്നും അവർക്ക് ആവശ്യമില്ല. അതിനേക്കാൾ വിലയേറിയതൊന്നാണ് അവർ നമ്മളിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമയമാണ് ധനം. അതെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ സ്വാധീനങ്ങൾ, അതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാനാവാത്ത വിധം
നവ്യമായ രീതിയിൽ കണ്ണിനിമ്പകരമായ കാഴ്ചകളെ ക്രമീകരിച്ച് ഇങ്ങനെ മുടങ്ങാതെ തന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൻ്റെ ഒഴുക്ക് ഭയങ്കരമാണ്, സമൂഹത്തിൽ ഭയങ്കരമാണ്. ആരെയും നമുക്ക് ഇല്ലായ്മ ചെയ്യാം. ഡിജിറ്റൽ ഹൈവേയിൽ ആരുടെയും തലയരിയാം. പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ 10ലും പ്രീ ഡിഗ്രികളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു വാക്കുണ്ടായിരുന്നു. അന്ന് പത്രമാണ്, വാട്സപ്പ് ഫേസ്ബുക്കും ഒന്നുമില്ല. അന്നത്തെ ഒരു ഭയപ്പെടുത്തുന്ന പദമായിരുന്നു റിപ്പർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിപ്പർ ഇറങ്ങി എന്ന് പറയും. റിപ്പർ ഇറങ്ങിയാൽ ഒരു 4-5 പേരെ കോടാലിയുടെ മാട് കൊണ്ട് അടിച്ച് ഇല്ലാതാക്കിയിട്ട് പിന്നെ അങ്ങ് പോകും. പിന്നെ കുറച്ച് നാളത്തേക്കിന് ഒരു അനക്കവും കാണത്തില്ല. അപ്പോൾ റിപ്പർ ഇറങ്ങി എന്ന് പത്രത്തിൽ വാർത്ത കേട്ടാൽ പിന്നെ ആ നാളുകളിലൊന്നും ആരും പുറത്തിറങ്ങി ഒന്നും ചെയ്യത്തില്ല. കൊല്ലപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഇന്ന് ആ വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് റിപ്പർ ഉണ്ടോ? ഇന്ന് റിപ്പർ സോഷ്യൽ മീഡിയയിലാണ്. ഇന്ന് റീലെടുത്ത ആളെ കൊല്ലുകയാണ്. ഈ അടുത്തിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചു, റീൽസ് കൊലയാളി. ഒരു ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും ചേർത്ത് ഫോണിലൂടെ ഒരു ചിത്രമെടുത്ത് പോസ്റ്റ് ചെയ്ത് 2 ദിവസത്തിനകം അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. മാനസികമായിട്ട് ഒരുത്തനെ ഇടിച്ചവൻ്റെ തലയരിയുകയാണ്. കോടാലിയുടെ മാടൊന്നും ആവശ്യമില്ല, ഇത് മതി. അതുകൊണ്ട് ഈ ഒഴുക്ക് നമ്മുടെ ഭവനങ്ങളിന്മേലുണ്ട്. പാറമേൽ പണിത ഭവനത്തിന്മേലും ഈ ഒഴുക്കുകളെല്ലാം അടിച്ചു. എന്നാൽ അത് വീണില്ല. എന്തുകൊണ്ട് വീണില്ല എന്ന് ലൂക്കോസ് സുവിശേഷകൻ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നന്നായി പണിഞ്ഞിരിക്കൊണ്ട്. അപ്പം നന്നായിട്ട് പണിയുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നന്നായിട്ട് പണിയുകയാണ്. ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നന്നായിട്ട് പണിയുകയാണ്. നോമ്പുപവാസങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പണിയുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി സമയം ചിലവിടുമ്പോൾ നന്നായി പണിയുകയാണ്. അത് വീഴില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പണിയണം എന്ന് പറയുന്നത്. എന്നാൽ മണലിന്മേൽ പണിതതോ? ഒഴുക്ക് അതിന്മേലും അടിച്ചു. പെട്ടെന്ന് സുവിശേഷകൻ എഴുതുകയാണ്, ചെറിയൊരു വാക്യമാണ്, അത് വീണു. ഒരു അഡീഷൻ കൂടി എവിടെയുണ്ട്. അതെന്താണ്? അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നമ്മുടെ ചുറ്റും നമ്മൾ ഒരിക്കലും വീഴുകയില്ലെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നത് പോലും വലിയ ശബ്ദത്തോടെ വീഴുന്ന കാഴ്ചകളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു ഭവനത്തിൽ നമുക്ക് 2 നേരത്തെ ചട്ടപ്പടി പ്രാർത്ഥന പുസ്തകത്തിലെ പ്രാർത്ഥന കൊണ്ടൊന്നും മുട്ടുശാന്തി നേടാവുന്ന ഒരു കാലത്തല്ല നാം ജീവിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് കാര്യമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. പണ്ട് നമ്മുടെ അമ്മമാർ അരി ഇടുമ്പോൾ അതിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. എൻ്റെ ഭർത്താവിന് കുഞ്ഞുങ്ങൾക്കും ഇത് രുചിയായി തീരണം, കുടുംബത്തിന് പോഷണമായി തീരണം, ഇല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, തുണി കഴുകുമ്പോൾ പ്രാർത്ഥിക്കണം, തുണി ഉണങ്ങാനിടുമ്പോൾ പ്രാർത്ഥിക്കണം. ഇതിനൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ട്. തുണി കഴുകാനൊക്കെ 2-3 ബക്കറ്റ് ഇങ്ങനെ ചുമന്നുകൊണ്ട് വീടിൻ്റെ ടെറസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ ഇതെല്ലാം ഇങ്ങനെ ഊരി ഊരി ഇടുകയാണ്, ഞാൻ അലക്കി 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 എൻ്റെ ജീവിതം തീരുകയാണല്ലോ. അല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോ വസ്ത്രം നിങ്ങൾ ഉണങ്ങുവാനായി അയയിലിടുവാൻ കയ്യിലെടുക്കുമ്പോഴും അവനെയും അവളെയും കയ്യിലെടുക്കുകയാണ്. അവൻ്റെയും അവളുടെയും വളർച്ച എൻ്റെ കൈകളെ ഞാൻ അറിയുകയാണ്. വട്ടത്തുണി മുതൽ കഴുകാൻ തുടങ്ങിയതാണ്, ഇന്നിതാ വളർന്നിരിക്കുന്നു. തിരക്കിനിടയിൽ എപ്പോഴാണ് അവനെ പ്രതി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സമയം? അവളെ പ്രതി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സമയം? ഈ തുണി എടുക്കുമ്പോൾ അത് ചെയ്യാം. ഒരു സമയവും നമുക്ക് വെറുതെ കളയുവാനില്ല, അല്ലേ? മോശ കൈ ഉയർത്തി നിന്നപ്പോഴൊക്കെയും ഇസ്രായേൽ ജയിച്ചുകൊണ്ടേയിരുന്നു. ഭവനത്തിലെ മാതാപിതാക്കൾക്ക് കൈ താഴ്ത്താൻ സമയമില്ലാത്ത കാലമാണ്. മോശ കൈ താക്കുമ്പോഴൊക്കെയും ഇസ്രായേൽ തോറ്റുകൊണ്ടിരുന്നു. അവൻ്റെ കൈ വേദനിച്ചിട്ടും ഉച്ചയോളം അവൻ കൈ ഉയർത്തി നിന്നു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. അതുകൊണ്ട് എത്രമാത്രം എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് കൈ ഉയർത്താൻ സാധിക്കുമോ, അത് രാത്രിയിലെ യാമങ്ങളിലായിക്കൊള്ളട്ടെ, പ്രഭാതത്തിലായിക്കൊള്ളട്ടെ, എൻ്റെ ജോലി കാര്യങ്ങൾക്കിടയിലായിക്കൊള്ളട്ടെ, കൈ ഉയർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടുന്ന കാലമാണ്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ 3 മിനിറ്റിനകം പിണങ്ങിപ്പിരിയുകയാണ്.
സ്വന്തം കുഞ്ഞിനോട് 3 മിനിറ്റ് പോലും ശാന്തമായി സംസാരിക്കാൻ കെൽപ്പില്ലാത്ത മാതാപിതാക്കൾ പെരുകുന്ന കാലമാണ്. എന്താ കാര്യം? അവർ പ്രാർത്ഥനയാൽ ബലപ്പെടുന്നില്ല, ക്ഷമയില്ല. അതുകൊണ്ട് മകനോടോ മകളോടോ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ മകനോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്, നീ എൻ്റെ കൂടെ വരണം. എൻ്റെ മകളോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്, നീ എനിക്ക് വിവേകം തരണം. നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ജോലി, കൂട്ടുകെട്ട്, വിവാഹം, ഇത് സംബന്ധിച്ചൊക്കെ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം. ചുമ്മാ കയറി വർത്താനം പറയരുത്. 4 മണിക്ക് കാപ്പി കുടിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. മന്തി വേണമെന്ന് ചോദിക്കുമ്പോഴും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ജീവിതത്തിൻ്റെ നിർണായകമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം നമ്മുടെ 10 വയസ്സിലെ 10 വയസ്സുകാരനല്ല അവനും അവളുമെന്ന്, നമ്മുടെ 18-ലെ 18-കാരനോ 18-കാരിയോ അല്ല അവനും അവളുമെന്ന്. നമ്മൾ 25-ലോ 27-ലോ അറിഞ്ഞ കാര്യങ്ങൾ 12-ാം വയസ്സിൽ കണ്ടതിന് ശേഷം ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടാണ് അഭിപ്രായവും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നതെന്ന് ഓർക്കണം. അവിടെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കാര്യമുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും അവർ പോകട്ടെ, പ്രാർത്ഥനയാൽ അവരുടെ ചിറകുകളെ ബലപ്പെടുത്തി വിടണം. അപ്പോൾ ഏത് പൊത്തിഫേറിൻ്റെ വീട്ടിൽ താമസിച്ചാലും ഏത് പൊട്ടക്കിണറ്റിൽ വീണാലും അവിടെ നിന്ന് കയറി വരാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിടുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് കയറി വരും. അടുത്തിടെ എൻ്റെ പള്ളിയിൽ 3-4 മാതാപിതാക്കൾ എൻ്റെ അടുക്കൽ വന്നു. അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം, അച്ഛാ, നമ്മുടെ പള്ളിക്ക് 2-2.5 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു കോർണറിൽ, ഈ സ്ഥലത്തിൻ്റെ മൂലയ്ക്കായിട്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് പണിയാം. 3-4 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, 1 ബെഡ്റൂം 2 ബെഡ്റൂമൊക്കെ. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് 10-18 വർഷമായി. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഓഡിറ്റോറിയം പണിയാൻ വരുന്നവരെ കണ്ടിട്ടുണ്ട്, ജൂബിലി ഗേറ്റ് വെക്കാൻ വരുന്നവരെ കണ്ടിട്ടുണ്ട്, സ്വർണ്ണക്കൊടിമരവും ടൈലും ഇടുവാൻ വന്ന അഭിപ്രായം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായി 3-4 വിശ്വാസികൾ എൻ്റെ മുറിക്കകത്തേക്ക് വരികയാണ്. നമുക്ക് ഈ പള്ളിയുടെ പറമ്പിൽ മൂലയ്ക്കായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് പണിയാൻ, ഞങ്ങളിവിടെ താമസിക്കാം. കാരണം ഞാനും അവളും മാത്രമേ വീട്ടിലുള്ളൂ. മക്കളല്ല, അവരുടെ 4 പേരുടെയും മക്കൾ വിദേശത്തേക്ക് പോയി. 1-2 വർഷമേ ആയുള്ളൂ. വീട് സ്ഥലവും ഇല്ലാത്തവരല്ല. 3000 സ്ക്വയർ ഫീറ്റിലധികം വീടും 5 ഏക്കറിലധികം റബ്ബർ തോട്ടവുമുള്ള മാതാപിതാക്കളാണ് എൻ്റെ അടുത്ത് വന്നത്. ഞങ്ങളിവിടെ താമസിക്കാം, ഇവിടെ നമുക്ക് നമസ്കാരമൊക്കെ നടത്താം. അച്ഛനും വേണേൽ ഇവിടെ താമസിച്ചു. ഞാനോടത്ത് കുഴപ്പമായല്ലോ, ഞങ്ങൾക്കൊരു കെയർ ടേക്കറെയൊക്കെ തന്നാൽ മതി. ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ അത് ഈ കുടുംബക്കല്ലറ പോലെ തന്നെ അപ്പാർട്ട്മെൻറ്റും അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ മക്കളും വിദേശത്തല്ലേ, അവരുടെ മക്കൾ അവിടെയാകുമ്പോൾ, പ്രായമാകുമ്പോൾ അവർക്ക് വന്ന് ഇവിടെ താമസിക്കാം. അതുകൊണ്ട് നമ്മുടെ ഇടവക ഭരണസമിതി നേതൃത്വവുമൊക്കെ ഇനി അധികകാലം ഈ ഓഡിറ്റോറിയം പണി കൊണ്ടോ പള്ളി നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടോ തട്ടിമുട്ടി പോകാമെന്ന് വിചാരിച്ചാൽ മുന്നോട്ട് പോകാവുന്ന കാലം കഴിഞ്ഞു. നമ്മുടെ ദേവാലയത്തിലെ ഓരോ വീടും ഒരു പള്ളിയാണ് എന്ന നിലയിൽ അവർ നേരിടുന്ന കാര്യങ്ങളെ പള്ളി ഏറ്റെടുക്കേണ്ടുന്ന, ചുരുങ്ങിയത് ഒരു 4-5 വർഷത്തിനകം അടിയന്തരമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുമ്പോഴൊക്കെ ഈ കാര്യം കൂടി ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ഓരോ വീടും പള്ളിയാണ്. പ്രാർത്ഥനയാൽ ബലപ്പെടുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയാകുന്ന ചിറകുകൾ നൽകി അവരെ ദൂരദേശത്തേക്ക് വിടുക. അവരിനിയും ഇവിടെ വന്ന് നമ്മളെ ശുശ്രൂഷിക്കണമെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അമ്മാതിരി പഠിപ്പിക്കലാണ് നമ്മൾ പഠിപ്പിച്ചത്. റോക്കറ്റ് നിറച്ച് ഇന്ധനം ഒഴിച്ചിട്ട് കത്തിച്ച് വിട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ തിരികെ വരണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതങ്ങ് പോയി. അത്രമാത്രം ഗ്രേഡുകളും മാർക്കുകളും ഒക്കെ കൃത്യമാക്കി ലോകത്തിൻ്റെ ഏത് സ്ഥലത്തും കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിൽ പഠിപ്പിച്ച് പറത്തി വിട്ടിട്ട് പിന്നെ തിരികെ വരണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. അതുകൊണ്ട് നാം തന്നെ നമ്മളെ ശ്രദ്ധിക്കുവാനായിട്ട് പരിശീലിക്കേണ്ടുന്ന, പ്രാർത്ഥനയാൽ നമ്മളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടുന്ന ഒരു കാലത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന വലിയ ഉറപ്പിലേക്ക് നമ്മൾ നീങ്ങേണ്ടുന്ന കാലമാണ്. ഞാൻ എൻ്റെ ഭാര്യയോടൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നീ ആ സത്യം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. 2 മക്കളാണ്, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്കായിരിക്കുമെന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം.
അടുത്തിടെ ഞാനൊരു ഭവനത്തിൽ സന്ദർശനം നടത്താൻ ചെന്നപ്പോൾ സന്ധ്യസമയമാണ്. അപ്പൻ അവിടെ കിടപ്പാണ്, അമ്മ മാത്രമേ കൂടെയുള്ളൂ, മക്കൾ UK-യിലാണ്. വീടിൻ്റെ കോളിംഗ് ബെല്ല് ഞങ്ങളടിച്ചു, വീട് തുറന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള കമ്മിറ്റിക്കാരനോട് ഞാൻ പറഞ്ഞു, അവർ തുറക്കുന്ന സമയത്തേക്ക് അടുത്ത വീട്ടിലേക്ക് നമുക്ക് കയറിയിട്ട് വരാം. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ തിരികെ വന്നപ്പോൾ ഈ അമ്മ വീടിൻ്റെ കതക് തുറന്ന് അവിടെ നിൽപ്പാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എന്നെ അവൻ വഴക്ക് പറഞ്ഞു. ഞാൻ ചോദിച്ചാര്? മോൻ. അച്ഛൻ വന്നിട്ട് കതക് തുറക്കാഞ്ഞിട്ട് അവൻ വഴക്ക് പറഞ്ഞു. വീടിൻ്റെ ഉമ്മറത്തെ ക്യാമറയിലൂടെ അച്ഛൻ വന്നത് അവൻ കണ്ടു, വീട്ടിനുള്ളിലിരിക്കുന്ന അമ്മ കണ്ടില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഒട്ടുമേ അകലെയല്ല, അവർ പ്രാർത്ഥനയിൽ നമുക്ക് അടുത്താണ്. അവരുടെ കാഴ്ചയിലും അവർക്ക് നമ്മളോടുള്ള സ്നേഹത്തിലും അവർ നമുക്ക് ചാരയാണ്. ആ വലിയ വിശ്വാസത്തിൽ നമ്മുടെ ഭാവി ജീവിതത്തെ പിടിച്ച് എടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രാർത്ഥനയാൽ കുളിക്കുക. ഈ നോമ്പിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമതായി, ദൈവവചനത്താൽ കുളിക്കുക. നമ്മൾ ഒട്ടും മാറ്റി വെക്കരുതാത്ത ഒരു കാര്യമാണ് ഈ ദൈവവചനത്തിൻ്റെ കുളി. അടുത്തിടെ വേദപഠനത്തിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ടൊന്ന് പറഞ്ഞതാണ്. യെരമ്യ 15:16 പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതെൻ്റെ ഹൃദയത്തിന് മധുരമായി, എൻ്റെ അധരങ്ങൾക്ക് സന്തോഷമായി. ദൈവവചനം തിന്നാൻ കൊള്ളാം. അത് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അവർക്ക് രുചികരമായത് അതാണ്. നാം ഇനി തയ്യാറാക്കി കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നമ്മുടെ തലമുറകൾ ഓർത്തിരിക്കുകയില്ല. എന്നാൽ ഈ വചനം അവർക്ക് കൊടുത്താൽ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞാൽ അവർ നമ്മളെ ഓർക്കും. ഓരോ കുഞ്ഞും നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറയണം. അതിൽ നിന്നൊന്നും ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ATM കാർഡ് കൊടുത്തത് കൊണ്ടോ മന്തി വാങ്ങി കൊടുത്തത് കൊണ്ടോ ഒന്നും കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന നിർണായകമായ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. മകൻ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ചേർത്ത BTechന് ഞാൻ ചേർന്നു, 4 വിഷയത്തിന് തോറ്റു, സീനായി. ഇപ്പം തോറ്റു കഴിയുമ്പോൾ സീനായി എന്നാണ് പറയുന്നത്. അപ്പനോട് ചോദിക്കുകയാണ്, അപ്പൻ എന്നാ മറുപടി പറയും? വചനം വായിക്കുന്ന അപ്പന് പറയാനൊരു മറുപടി ഈ വചനത്തിലുണ്ട്. മകൾ അവളുടെ ജീവിതത്തിലെ നിർണായകമായ ചില കാര്യങ്ങൾ വന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ പറയാനൊരു മറുപടി ഈ വചനത്തിലുണ്ട്. അതുകൊണ്ട് ഈ വചനമാകുന്ന കണ്ണാടിയിലാണ് അമ്മമാർ മുഖം നോക്കേണ്ടത്. ഈ വചനമാകുന്ന സ്ക്രീനിന് മുമ്പിൽ നമ്മൾ സമയം ചിലവിടണം. നമ്മൾ ഫോൺ ഉപയോഗിച്ച് സന്ധ്യയാകുമ്പോൾ അതിൽ സ്ക്രീൻ ടൈം സെർച്ച് ചെയ്താൽ അറിയാം, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കാണിക്കും. അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കണം എത്ര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തെന്ന്. ഒരു സൈഡിലൊരു 3 കുത്തുണ്ട്, അതേ ഞെക്കിയാൽ മതി. വേദപുസ്തകത്തിൻ്റെ സൈഡിലൊരു 3 കുത്തുണ്ട്, ഒന്ന് ഞെക്കിയാൽ ഇതിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കിയാലോ, 5 മിനിറ്റ്, 10 മിനിറ്റ്. വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ മുഖം നോക്കണം. നമ്മുടെ ഭവനത്തിൽ വചനം വായിക്കപ്പെടണം. 10-12 വയസ്സിന് താഴെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്തിരുത്തി ഉറക്ക വേദപുസ്തകം വായിക്കണം. വി ഷുഡ് പ്രൊനൗൺസ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ അവർ ഹോം. നമ്മുടെ ഭവനത്തിൽ ചീത്തവാക്കുകൾ മുഴങ്ങരുത്. ഒരു ക്രിസ്ത്യാനിയുടെ ഭവനത്തിൽ ശാപവും പ്രത്യാശയില്ലാത്ത വാക്കുകളും മുഴങ്ങരുത്. ദൈവത്തിന് വിരുദ്ധമായ രീതിയിലൊന്നും ഞരങ്ങുക പോലും അരുത്. ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവവചനം മുഴങ്ങണം. 10-12 എന്ന് പറഞ്ഞത് അന്നേരം വിളിച്ചിരുത്തിയാൽ കൂടെ വരും അല്ലേ? 8-10 വയസ്സ് വരെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ അവർ നമ്മളെ ആവശ്യപ്പെടുകയാണ്, ഒന്ന് വന്ന് എൻ്റെ കൂടെ കിടക്കുമോ അല്ലേ? ചിലപ്പോൾ നമുക്ക് ഒത്തിരി ജോലി കാര്യങ്ങളൊക്കെ കാണും, നമുക്ക് കിടക്കാൻ സമയമില്ല. എങ്കിലും 10-12 വയസ്സ് വരെ അവർ നമ്മളെ ക്ഷണിക്കുകയാണ്, എൻ്റെ കൂടെ വന്നൊന്ന് കിടക്ക്. കിടന്നു കഴിയുമ്പോൾ ഏറെ കാര്യങ്ങൾ അവനും അവൾക്കും പറയാനുണ്ട്. സ്കൂളിലെ കാര്യങ്ങൾ, കൂട്ടുകെട്ടിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം അവൻ വീണ്ടും പറയും, ഇനിയും എന്നോടൊരു കഥ പറയുക. എന്തുമാത്രം കഥകളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. പഴയ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു, വേദപുസ്തകത്തിലെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ? വീണ്ടും വീണ്ടും കഥകൾ ചോദിക്കുകയാണ്. എന്നാൽ 18 20 ആകുമ്പോൾ നമ്മളെ ഒന്ന് നോക്കാൻ പോലും അവൻ പാടുപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കാൻ പോലും ഒന്ന് പാടുപെടുന്നതായിട്ട് കാണാൻ സാധിക്കും.
അതുകൊണ്ട് അവനെയും അവളെയും നമ്മുടെ ചാരയെ കിട്ടുന്ന ഈ 10-12 വർഷക്കാലം ചേർത്ത് നിർത്തി ആവോളം വചനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവരെ അതിൽ വളർത്തുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ അടുത്തിരുത്തി നാം വചനം വായിക്കുകയും ഉറക്ക വായിക്കുകയും അവരെ കൊണ്ട് ഉറക്ക വചനം വായിപ്പിക്കുകയും ചെയ്യണം. മൗനമായിട്ടല്ല. ചില ആളുകൾ പറയും, ഞാൻ വേദപുസ്തകമൊക്കെ വളരെ മൗനമായിട്ട് ധ്യാനത്തിലാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച അച്ഛൻ പറയുകയാണ്, അടുത്ത ഞായറാഴ്ച കുർബാന ഞാൻ മൗനമായിട്ടാണ് ചൊല്ലുന്നത്, നിങ്ങളെന്നാ പറയും? ഞങ്ങൾക്ക് ഉറക്കെ ചൊല്ലുന്ന അച്ഛനെ മതി എന്ന് പറയും, ഇല്ലേ? സഭയ്ക്ക് ആവശ്യവും ഉറക്ക വേദപുസ്തകം വായിക്കുന്ന വിശ്വാസികളെയാണ്. ഉറക്ക വായിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭവനത്തിൽ മുഴങ്ങണം. നമ്മുടെ ഭവനത്തിൻ്റെ ചുമരുകളിന്മേൽ ആ ദൈവവചനം പതിയണം. ചുമരിന്മേൽ ഒരു പല്ലി പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഭവനത്തിലെ ചുമരുകളിന്മേൽ ദൈവവചനം പതിഞ്ഞിരിക്കണം. മറ്റൊന്നിനും അതിനെ അതിജീവിക്കാൻ ആ ഭവനത്തിൽ ശക്തി ഉണ്ടാകരുത്. അപ്പോൾ ആ ഭവനം പാറമേൽ പണിത ഭവനം പോലെ നിലനിൽക്കും. ഏത് പ്രതിസന്ധികളുണ്ടായാലും അത് നിലനിൽക്കും. അതിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ക്രിയ ചെയ്യുവാൻ ശക്തിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ കണ്ടെന്ന് വരത്തില്ല, ഭർത്താവ് കണ്ടെന്ന് വരത്തില്ല. അവർ ചിലപ്പോൾ വീട്ടിലായിരിക്കും, ദൂരസ്ഥലത്തായിരിക്കും. പക്ഷേ അവരുടെ അസാന്നിധ്യത്തിൽ പോലും നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിന് നിങ്ങളുടെ ഭവനത്തിൽ ക്രിയ ചെയ്യുവാൻ ശക്തിയുണ്ട്. അതാണ് ഈ ദൈവവചനം. അതുകൊണ്ട് 8-9 വേദപുസ്തകം വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. കൊച്ചു കരയുമ്പോൾ തലയിണ അതിൽ നിന്നും മാറ്റി തലയിണയുടെ ഉറയിലേക്ക് വേദപുസ്തകം കയറ്റി തലയുടെ കീഴിൽ വെച്ചിട്ടും കാര്യമില്ല. വേദപുസ്തകത്തെ വിഗ്രഹവൽക്കരിക്കുകയല്ല, വേദപുസ്തകത്തെ വായിക്കുവാൻ. കുഞ്ഞ് കരയുമ്പോൾ പേടിച്ചിരിക്കുമ്പോൾ ഒരു വേദഭാഗം പറയാൻ ആ വചനം അമ്മയുടെ അധരങ്ങളിന്മേൽ ഉണ്ടാകണമെങ്കിൽ അമ്മ വചനത്തിന് മുമ്പിൽ സമയം ചെലവിടണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ അമ്മയെ ഓർക്കുകയാണ്. എൻ്റെ വല്യമ്മയാണ് എന്നെ അച്ഛനാക്കിയത്. വെളുപ്പനെ എഴുന്നേൽക്കാൻ താമസിക്കുമ്പോൾ വല്യമ്മ എൻ്റെ കട്ടിലിൽ വന്നിരുന്ന് പറയും, മടിയാ നീ എത്ര നേരം കൈകെട്ടി കിടക്കും. വചനമാണ്. കുറേ കൂടി ഉറക്കം, കുറേ കൂടി നിദ്ര, അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ നമ്മൾ ചാടി എഴുന്നേക്കും. നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, ചുരുണ്ട് കിടക്കുമ്പോൾ അത് നോക്കി പറയും, കതകിൻ്റെ ചുഴുക്കുറ്റിയിൽ കതക് കിടന്ന് തിരിയുന്നത് പോലെ നീ നിൻ്റെ കട്ടിലിൽ കിടന്ന് തിരിയുന്നു. നിങ്ങളുടെ വീട്ടിൽ പണ്ട് ഈ ചുഴുക്കുറ്റിയുള്ളൊരു കഥ ഉണ്ടായിരുന്നു. എന്താ കഥ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും ഇതിങ്ങനെ കൃതിങ്ങനെ ശബ്ദം ഉണ്ടാക്കും. നമ്മൾ ചാടി എഴുന്നേക്കും. അതായിരുന്നു വെളുപ്പിനെ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വല്യമ്മ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം. അല്ലാതെ ആരെയും ശപിക്കുകയല്ല, എൻ്റെ മാതാപിതാക്കളെ കുറ്റം പറയുകയല്ല. വചനത്താൽ തലമുറകളെ തല്ലി ശരിപ്പെടുത്തി എടുക്കുവാൻ അറിയുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ ഇത് പറഞ്ഞു. കോളേജിൽ പോയപ്പോൾ വല്യമ്മ പറഞ്ഞു, നിനക്ക് നിൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം തരുമെന്ന് പറയുന്നവളെ നീ വിവാഹം ചെയ്യണം. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പോയി റെഫറൻസ് കണ്ടുപിടിക്കണം. അല്ലാതെ ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി കയറി ചെല്ലുമ്പോൾ ഒരു ജീരകവെള്ളം പോലും തരാത്തവളെ കല്യാണം കഴിച്ചിട്ട് എന്നാ കാര്യം? നിനക്ക് നിൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം തരുമെന്ന് പറയുന്നവളെ നീ വിവാഹം ചെയ്യണം. വചനം പറയുകയാണ്. ചെറുപ്പക്കാരത് വായിക്കണം. സെമിനാരി പോയപ്പോൾ വല്യമ്മ എന്നോട് പറഞ്ഞു, സെമിനാരിയിലെ 3-ാം വർഷം എൻ്റെ വല്യമ്മ മരിച്ചുപോയി. സെമിനാരിയിൽ പോയപ്പോൾ വല്യമ്മ പറഞ്ഞു, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ കാലം കഴിയുമ്പോൾ അത് തിരികെ വരും. ഇപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറകളെ രൂപപ്പെടുത്തുന്നത് ഭവനത്തിലെ പുരോഹിതയായ അമ്മയാണ്, പുരോഹിതനായ പിതാവാണ്. വചനത്താൽ സ്നാനം ചെയ്തവരായി മാറണം. വചനത്തിന് മുമ്പിൽ നമ്മൾ സമയം ചെലവിടണം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. ഞാൻ എൻ്റെ പള്ളിയിലെ ഒരു പ്രാർത്ഥനയോഗത്തിൽ പങ്കുകൊണ്ടപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് വേദപുസ്തകം ലഭിക്കും. ആ വേദപുസ്തകം കിട്ടുമ്പോഴറിയാം ആ വീട്ടിലെ വേദപുസ്തകത്തിൻ്റെ വിധി. ചില വേദപുസ്തകങ്ങളുടെ മധ്യഭാഗം മാത്രം ഇങ്ങനെ കറുത്തിരിക്കും. സങ്കീർത്തനത്തിൻ്റെ അസുഖമാണ്. അവരതേ വായിക്കുകയുള്ളൂ. ദാവീദിൻ്റെ ആൾക്കാരാണവർ. ചില വേദപുസ്തകങ്ങളിൽ KSCBയുടെയും KSFEയുടെയും ബില്ലായിരിക്കും, ഹരിതകർമ്മസേനയുടെ കാർഡായിരിക്കും. പ്രാർത്ഥനയോധന ഇലുമ കിട്ടുന്ന വേദപുസ്തകങ്ങളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്.
ചിലപ്പോൾ 100 രൂപയുടെ ചേഞ്ച് ആയിരിക്കും, 500-ൻ്റെ ഒന്നുമില്ല, 100-ൻ്റെയൊക്കെ. 500-ൻ്റെയൊക്കെ അകത്ത് വേറെ പുസ്തകത്തിൽ വെക്കും. ആ വീട്ടിൽ പ്രാർത്ഥനയോഗത്തിൽ ചെന്നപ്പോൾ എനിക്ക് ലഭിച്ച വേദപുസ്തകത്തിൽ നിറയെ വരകളായിരുന്നു, നിറയെ വരച്ചിട്ടിരിക്കുകയാണ്. എല്ലാ വാക്യങ്ങളുടെയും അടിയിൽ വരകളാണ്. അനേക വാക്യങ്ങളുടെ നേരെ തീയതികൾ എഴുതിയിരിക്കുന്നു. എനിക്ക് വളരെ അത്ഭുതമായി. പ്രാർത്ഥനയോഗം കഴിഞ്ഞ് കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് പോരാൻ നേരം ഞാൻ ആ വീട്ടിലെ അമ്മയോട് ചോദിച്ചു, എന്താണ് അനേക വാക്യങ്ങളുടെ നേരെ ഡേറ്റുകൾ എഴുതിയിരിക്കുന്നല്ലോ? അപ്പോൾ ആ അമ്മ എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ വചനഭാഗം ഞാൻ വായിച്ചപ്പോൾ അതെന്നെ തൊട്ട ദിവസമാണ്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഒരു തീയതിയുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആ വചനഭാഗം വായിച്ചപ്പോൾ ആ വചനഭാഗത്താൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടത് നിങ്ങളെ തൊട്ട ദിവസം. ആ ഭവനം പാറമേൽ പണിത ഭവനമായിരിക്കും. കുരുൾ താഴ്വരയിലൂടെ അത് നടന്നാലും, ഒഴുക്കുകൾ അതിന്മേൽ അടിച്ചാലും, ഡിഫറെൻറ്റ് വേവ്സ്, നമുക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഒന്നാമതായും അവസാനമായും ആരാധനയാൽ സ്നാനം ചെയ്യുക. നോമ്പുപവാസങ്ങളാൽ, കൗദാശിക അനുഷ്ഠാനങ്ങളാൽ സ്നാനം ചെയ്യുക. അതിന് ലഭിക്കുന്ന വലിയൊരു സമയമാണ്. ഇന്ന് സന്ധ്യയിലെ സദറ പ്രാർത്ഥനയിൽ അച്ഛൻ വായിച്ച സമയത്ത് നിങ്ങളൊരു ഒരു വരി ശ്രദ്ധിച്ചോ? ലോകത്തിൻ്റെ എല്ലാ ലഹരികളെക്കാളും, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ മാനസികമായ സന്തോഷങ്ങളുടെ എല്ലാ ലഹരികളെക്കാളും എന്നെ ലഹരിപ്പിക്കുന്ന നിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ലഹരി. എന്തെല്ലാം ലഹരികളാണ് നമുക്ക്. ശരീരത്തിൻ്റെ ലഹരികൾ, കാഴ്ചകളുടെ ലഹരികൾ, മയക്കുമരുന്നുകളുടെ ലഹരികൾ. അതിനേക്കാളെല്ലാം ഒരു പണമിട മുമ്പിൽ നിൽക്കുന്ന നിൻ്റെ തിരുശരീര രക്തങ്ങളുടെ, ആ അപ്പവീഞ്ഞുകളുടെ ലഹരി. അതിലേക്ക് ഈ ആരാധന നമ്മളെ കൊണ്ടുവരികയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. രാജാക്കന്മാർ 1:19-5. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ. ആളെ മനസ്സിലായി? ചൂരച്ചെടി ആരാ? എലീശയുടെ ഗുരുവായ ഏലിയാവ്. പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി. എന്താണ് ഏലിയാവ് ഇങ്ങനെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങാൻ കാരണം? ഏലിയാവിന് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. എല്ലാം കയറി തുറക്കരുത്, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യരുത്, എല്ലാം കാണരുത്, വീണുപോകും. ഏലിയാവ് കിടന്നുറങ്ങുകയാണ്. ഏലിയാവിനൊരു വാട്സപ്പ് മെസ്സേജ് വന്നു. ആരയച്ചത്? ഇസബേൽ അയച്ചത്. ഇസബേലിൻ്റെ മെസ്സേജ് ഇതായിരുന്നു: നീ ബാലിൻ്റെ പ്രവാചകന്മാരോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യും, നിന്നെ നിലം തൊടിക്കുകയില്ല. ചിലത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോകും, നമുക്ക് ഒരടി മുമ്പോട്ട് പോകാനാവാതെ വരും. ഏലിയാവിനത് പറ്റി. തീ ഇറക്കിയവൻ, ആഹാബിന് മുമ്പായി ഓടിയവൻ, അരകട്ടി ഓടിയവൻ, ദൈവപുരുഷൻ ഇത് പറ്റിയെങ്കിൽ പാവപ്പെട്ട നമ്മുടെ കാര്യം പറയണോ? പണ്ട് കാലങ്ങളിൽ നമ്മുടെ വല്യപ്പന്മാരുടെ കയ്യിലൊക്കെ ഒരു പൊതി ഉണ്ടായിരുന്നു. എന്ത് പൊതി? എളിയിലൊരു പൊതിയുണ്ട്. എന്താ? മുറുക്കാൻ പൊതി ഇല്ലേ? അതെന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ചിലപ്പോൾ ഈ വളരെ നേർമയുള്ള പാളയൊക്കെ ഉണങ്ങിയതായിരിക്കും. അതിങ്ങനെ 4ആയിട്ട് മടക്കും. ഇല്ലെങ്കിൽ തുകൽ കൊണ്ടുള്ളതുണ്ട്. എന്തായാലും 2 ഫോൾഡറാണത്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണും 2 ഫോൾഡറാണ്. അതിൽ 1-2 കാര്യങ്ങളുണ്ട്. വല്യപ്പൻ്റെ മുറുക്കാൻ പൊതിയിൽ ഈ സൈഡിൽ ഒരു കത്തിയുണ്ട്, ഈ സൈഡിൽ കുറച്ച് ചില്ലറ നാണയങ്ങൾ കാണും, മുകളിൽ വെറ്റയും ചുണ്ണാമ്പും കാണും തോണ്ടാൻ, ഇങ്ങനെ മറ്റ് ചില സാധനങ്ങൾ കാണും അല്ലേ? ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനത്തിലും ഇത് തന്നെയല്ലേ? ഈ സൈഡിൽ കത്തി, മുമ്പേ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഹൈവേയിൽ, സോഷ്യൽ മീഡിയയിൽ ആരുടെയും തലയരിയാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ചില്ലറ നാണയങ്ങൾ, ഗൂഗിൾ പേ, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എടുക്കാം. മുകളിൽ വെറ്റയും ചുണ്ണാമ്പും തോണ്ടാം അല്ലേ? പഴയ മുറുക്കാൻ പൊതി പുതിയ രൂപത്തിൽ നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. നാം ഇരുന്ന് ഇങ്ങനെ തോണ്ടിത്തീരുകയാണ്. 55 വയസ്സിൽ റിട്ടയർ ആകുന്നു. 80 വയസ്സ് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കാവുന്ന ഒരു കാലമാണ് ഈ കാലം. 75 80 കടന്നു പോയാൽ പോലും അയ്യോ ഇത്ര നേരത്തെയോ നന്തം വിടുന്ന കാലമാണിത്. 50 വർഷം മുമ്പ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മരണനിരക്കെന്ന് പറയുന്നത്, എത്തുന്ന പ്രായമെന്ന് പറയുന്നത്, അതിൻ്റെ കണക്ക് 45 50 ആയിരുന്നു. 50 വർഷങ്ങൾക്ക് പോലും ഭൂരിഭാഗം ആളുകൾ 45 50 മരിച്ചിരുന്നു.
ഇന്ന് വിശ്വസിക്കാൻ പാടാ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. എന്നാൽ ഇന്ന് 75, 80, 85, 90 നമ്മൾ ചാടിക്കടക്കുകയാണ്. കാരണം 55 പെൻഷൻ പറ്റിയപ്പോൾ നമുക്ക് പെൻഷനുണ്ട്, നമ്മുടെ വിദേശത്ത് പോയ മക്കളയച്ചു തരുന്ന പണമുണ്ട്, വീട്ടിലെ ആദായമുണ്ട് 90% പേർക്കും. നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു. ഓരോ നേരത്തെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ, ഈവൻ 4 മണിക്ക് ചായ കുടിച്ചാൽ പോലും നമ്മൾ ഷുഗർ നോക്കുന്നു. 4 സ്ട്രിപ്പൊക്കെ ഒരു ദിവസം കളയുന്നവരുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആയുസ് കിട്ടുന്നു. പക്ഷേ ഈ ആയുസ്സും കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഈ ആയുസ്സും കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ചോദ്യം. ഒരു പ്രാർത്ഥനാ ഗോപുരമായി, വചനം വായിച്ചിരിക്കുന്ന ഒരു സാന്നിധ്യമായി, തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു സാന്നിധ്യമായി നമ്മുടെ ഭവനത്തിലിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇനി 85-ലോ 90-ലോ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മേശപ്പുറത്ത് അവശേഷിക്കുന്നത് നാം ഈ തോണ്ടിയ ഫോൺ മാത്രമാണോ? എങ്കിൽ കുഞ്ഞുങ്ങളതെടുത്ത് ദൂരക്കളയും, കാരണം അവരുടെ പുതിയതുണ്ട്. എന്നാൽ നാം വായിച്ച് വരയ്ക്കുകയും കുറിപ്പെഴുതുകയും ചെയ്ത് 2 വേദപുസ്തകങ്ങൾ ആ മേശപ്പുറത്തുണ്ടെങ്കിൽ ഒന്ന് മകനും മറ്റേത് മകളും എടുത്തിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് പറയും, നിൻ്റെ അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന വേദപുസ്തകം. അതുകൊണ്ട് ഈ ആരാധനയിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമ്മുടെ കയ്യിൽ കാഴ്ചകൾക്കുള്ള പുതിയ ഫോണും സാധ്യതകളും നവമാധ്യമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിലെ വേദപുസ്തക സാധ്യതകളെ നമ്മൾ ആരായണം. ഇപ്പോൾ ഇതിലൂടെ നമുക്ക് വചനം വായിക്കാം, ഇതിലൂടെ നമുക്ക് വചനം പഠിക്കാം, ഇതിലൂടെ നമുക്ക് വചനം കേൾക്കാം, അനേകർക്ക് ഇത് പകർന്നു കൊടുക്കാം. അതിൻ്റെ സാധ്യതകളാക്കി അതിനെ മാറ്റണം. എലീശായ്ക്ക് ഏലിയാവിന് ഇസബേലിൻ്റെ സന്ദേശം വന്നു, വീണുപോയി. അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ. മലയാളം വേദപുസ്തകത്തിലാണ് കിടന്നുറങ്ങുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങ് ലഘുവായി പോകും അത് വായിച്ചാൽ. അങ്ങനെയല്ല. 1 മണിക്ക് ഉണ്ടിട്ട് 1:30 എഴുന്നേക്കാൻ കിടക്കുന്ന കിടപ്പല്ല. കിടന്നുറങ്ങുമ്പോൾ എന്ന് എബ്രായ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം യഷേൻ എന്നാണ്. ദാറ്റ് മീൻസ് ഡെഡ്ലി സ്ലീപ്പ്, മരണകരമായ ഉറക്കം. എനിക്കിനി ആരെയും കാണണ്ട, ആരോടും സംസാരിക്കേണ്ട, എൻ്റെ ജീവിതം തീർന്നു എന്ന മട്ടിലുള്ള കിടപ്പ്. ലൈഫ് ലൈക്ക് എ സ്റ്റെയിൽ ബ്രെഡ്, ജീവിതം ഒരു ഉണക്ക റൊട്ടി പോലെ. കർത്താവ് വീഞ്ഞാക്കുന്നതിന് മുമ്പുള്ള കാനാവിലെ വെള്ളം പോലെ. ഇന്ന് സന്ധ്യയ്ക്ക് വായിച്ചില്ലേ? കർത്താവ് വീഞ്ഞാക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിന് നിറമില്ല, മണമില്ല, ഗുണമില്ല, മയമില്ല. ജീവിതം ഒരു ഉണക്ക റൊട്ടി പോലെ, പച്ചവെള്ളം പോലെ. ഇന്ന് നമുക്ക് ബാധിച്ചിരിക്കുന്ന പ്രശ്നവും അതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ശീതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ജീവിതത്തിൻ്റെ ഉണങ്ങിയ വശങ്ങളിലൂടെ കടന്നു പോകുന്നു. ജീവിതം ഒരു മൊരിച്ച റൊട്ടി പോലെ, ആർക്കും ഒന്നും നൽകാനാവാത്ത നിർജീവമായ ജീവിതാവസ്ഥകൾ. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ദൂതൻ അവനെ തട്ടി. അതാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും നമ്മെ തട്ടി ഉണർത്തുവാൻ ഒരു ദൂതനുണ്ട്. ആ ദൂതൻ അവനെ തട്ടി. തട്ടി എന്നാൽ അതും നമ്മുടെ മലയാളത്തിൽ നമ്മളതിനെ അങ്ങ് ലഘുവാക്കി കളയരുത്. തട്ടി എന്നാൽ എബ്രായ ഭാഷയിൽ നഗ എന്നാണ്. ദാറ്റ് മീൻസ് സ്ട്രൈക്ക്, അടിച്ചു. വേറൊരു പദമുണ്ട് സ്മൈറ്റ്, ബാധിച്ചു. ദൂതൻ ബാധിച്ചു. വേറൊന്നും കാണാൻ സാധിക്കുന്നില്ല, ദൈവാത്മാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ബാധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതാ അവിടെ അടയും ഒരു തുരുത്തിയിൽ വെള്ളവും ഇരിക്കുന്നു, എടുത്ത് തിന്നുക, കുടിക്കുക, നിനക്ക് അധിക ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. ഞായറാഴ്ച ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് വന്ന് ആ ത്രോണോസിൻ്റെ മുമ്പിലെ തിരശ്ശീല മാറ്റുമ്പോൾ നാം കാണുന്നതും ആ അടയും ആ തുരുത്തിയുമല്ലേ? അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുകയാണ്. എടുത്ത് തിന്നണം, കുടിക്കണം. പുരോഹിതനത് തരികയാണ്. പട്ടു ധരിച്ചവനെ ഒപ്പം നിന്നിക വേണ്ടുന്നോർക്കായി. പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. പട്ടക്കാരൻ ഈ മാണിക്യങ്ങളെ എടുത്ത് നമുക്ക് തരുമ്പോൾ പട്ടു ധരിച്ച് ഒരാൾ അപ്പുറം നിൽപ്പുണ്ട്. ആരാണ് ഈ പട്ടു ധരിച്ചയാൾ? ഏതൂമിൽ നിന്ന് ചുവന്ന വസ്ത്രം ധരിച്ചു വരുന്നു ഇവനാർ. നിന്റെ വസ്ത്രം ചുവന്നിരിക്കുന്നത് എന്ത്? നിന്റെ ശരീരത്തിൽ കാണുന്ന ഈ പാടുകൾ എന്ത് എന്ന് അവർ അവനോട് ചോദിക്കും. സക്കറിയ പ്രവചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരികർമ്മിയായ പുരോഹിതനരികെ ചുവപ്പ് പട്ട് ധരിച്ച് നിൽക്കുകയാണ്.
അവനത് നൽകുന്ന പുരോഹിതനെയും അത് സ്വീകരിക്കുന്ന വിശ്വാസിയെയും ആ വിശുദ്ധ പാത്രത്തിലെ തിരുശരീര രക്തങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് നാളെ രാവിലെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ മുൻകുറിയാണ്. എലീശയോട് പറയുകയാണ്, ആ തുരുത്തിയിലെ വെള്ളവും ആ അടയും നീ എടുത്ത് തിന്നുക, നിനക്ക് അനേക ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ സഭ നമ്മോട് പറയുകയാണ്, ഈ വചനം നമ്മളോട് പറയുകയാണ്, നീ തീർന്നു പോകാനുള്ളവനല്ല, തീർന്നു പോകാനുള്ളവളല്ല, നിനക്ക് അനേക ദൂരം യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളതാണ് പറയേണ്ടത്. 10ലെ പരീക്ഷ കൊണ്ട് തീരുന്നതല്ല നിൻ്റെ ജീവിതം, 12ലെ പരീക്ഷ കൊണ്ട് തീരുന്നതല്ല നിൻ്റെ ജീവിതം. നിനക്ക് അനേക ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയമുണ്ട്. വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. നിങ്ങളിൽ ചിലർക്കതറിയാം. ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. കാനനം മനോഹരം ഇരുണ്ടഗാധമെങ്കിലും എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആ 4 വരി അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഗ്ലാസ് ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. അതുകൊണ്ടൊന്ന് പുതുകുവാനുള്ള, ദൈവസന്നിധിയിലൊന്ന് ഇരിക്കുവാനുള്ള, എൻ്റെ ജീർണതകളെ ഒന്ന് ഇളക്കുവാനുള്ള, ഒന്ന് കുളിക്കുവാനുള്ള സമയമായിട്ട് ഈ നോമ്പിൻ്റെ തുടക്കത്തെ നമ്മൾ കാണണം. നയമാൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. എലീശ നയമാനോട് കുളിക്കുക എന്ന് പറഞ്ഞു. 3 കാര്യങ്ങളിൽ നമ്മൾ കുളിക്കണം. പ്രാർത്ഥനയാൽ കുളിക്കണം, ദൈവവചനത്താൽ കുളിക്കണം, നോമ്പുപവാസങ്ങളാലും ആരാധനയാലും കുളിക്കണം. നമുക്കും നമ്മുടെ തലമുറകൾക്കും അനേക ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. ദൈവാത്മാവ് നമ്മളെ നയിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാഗ്യമുള്ള ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ.